ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നൊരു വീഡിയോ കുറച്ച് നല്ലൊരു കുറ്റിച്ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാം. കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് നല്ലൊരു കുറ്റിച്ചെടിയാണ്, ഒരു വേലിച്ചെടിയാണ്. അതല്ലെങ്കിൽ വളരെ പണ്ട് കാലം തൊട്ടേ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെടി കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് വേരിയൻറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ അതിൻ്റെ ആ വേരിയൻറ്റിലുള്ള ഒരു ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളിലത്താലി എന്നാണ് ഈ ചെടിയുടെ പേര് കേട്ടോ. ഇത് സാധാരണക്കാരുടെ പേരെന്താണെന്ന് വെച്ചാൽ ഇത് മൊസാന്ത, അതല്ലെങ്കിൽ മൊസാന്ത എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ള കളറിലുള്ളത് വെള്ളില എന്നും, പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചുമന്ന കളറാണെങ്കിൽ മൊസാന്ത എറിത്രോഫില്ല എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഒരു പേര് പറയുകയാണെങ്കിൽ അത് മൊസാന്ത എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്കിന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. ഈ ചെടി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്ന ചെടി തന്നെയാണ്. ഇത് റൂബിയേസി കുടുംബത്തിലെ ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ. മൊസാന്ത അഥവാ അല്ലെങ്കിൽ മൊസാണ്ട എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളൊക്കെ ഇതിനുണ്ട്. സാധാരണ രീതിയിലുള്ള കളർ പറയുമ്പോഴത്തേക്ക് സാധാരണ കളറ് നമ്മളൊരു ഓറഞ്ചാണല്ലേ ഇത്? ഓറഞ്ചല്ല, ഓറഞ്ചാണോ റോസാണോ എന്ന് അറിയാത്ത രീതിയിലുള്ളൊരു കളർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കളറുകളെല്ലാം നമ്മൾ ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എല്ലാ കളറുകളും നമ്മളിതാ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫോട്ടോയിൽ കാണും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ചുമപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചുമപ്പിൻ്റെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ്? മൊസാന്ത എറിത്രോഫില്ല എന്നാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു വസന്തോത്സവത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ് ഇത്. ഏകദേശമുള്ള എല്ലാ കളർ ചെടികളും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കാണാൻ കഴിയും. ഇത് മൊസാന്തയുടെ ഏകദേശമുള്ള എല്ലാ കളറും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇതാണ് നിങ്ങൾ സാധാരണ കാണുന്ന നാടൻ കളറാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള ചെടികളുള്ള നമ്മൾ ഇതെല്ലാം ഹൈബ്രിഡ് ആക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിലും ഇത് നമ്മൾ മരമായിട്ട് നിന്നാലും നല്ല രീതിയിൽ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. കൂട്ടുകാരൻ, ഞാൻ പറഞ്ഞല്ലോ, വെള്ള നിറത്തിലുള്ള ഈ മൊസാന്തയുടെ പേര് സാധാരണയിൽ അറിയപ്പെടുന്നത് വെള്ളിലത്താളി എന്നൊക്കെയാണ്. അപ്പോൾ എന്ത് കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പശ്ചിമഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ മൊസാന്ത അഥവാ ഈ വെള്ളില എന്ന് പറയുന്ന ചെടി. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ ഇതിന് ആശാന്തി ബ്ലഡ് എന്നും റെഡ് ഫ്ലാഗ് ബുഷ്, ട്രോപ്പിക്കൽ ഡോഗ് വുഡ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഒരു മൊസാന്തയാണ് കേട്ടോ. മൊസാന്ത എറിത്രോഫില്ല എന്നാണ് കറക്റ്റ് പേര്. ഒരു പശ്ചിമ ആഫ്രിക്കൻ കുറ്റിച്ചെടിയാണിത്. കുറ്റിച്ചെടിയുടെ ശാഖകൾ ചുവപ്പ്, റോസ്, വെള്ള, ഇളം പിങ്ക് അല്ലെങ്കിൽ ഈ നിറങ്ങളിലൊക്കെ മിശ്രിത നിറങ്ങളിലുള്ള ഒരുപാട് ഷെയ്ഡുകൾ കാണാൻ കഴിയും കേട്ടോ. സാധാരണ രീതിയിൽ നമുക്കിത് ഇവിടെ നമ്മുടെ ഗാർഡനുകളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കിട്ടുന്നതാണ്. അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഈ സസ്യം ചൂടുള്ള ശീതോഷ്ണം അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലകളിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണ്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇത് കുറ്റിച്ചെടിയായി കാണപ്പെടുന്നു. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഈ ചെടി വേലിച്ചെടിയായി നല്ല രീതിയിൽ ഉയർന്നു വരാറാണ് പതിവ് കേട്ടോ. സാധാരണ രീതിയിൽ ഇത് ഇത്തിരി വളർച്ച കൂടുതലുള്ള ഒരു ചെടിയാണ്. എന്നാൽ കൃഷി ചെയ്യുന്നതിനായി ഇത് വെട്ടി നിർത്തുന്നുണ്ട് കേട്ടോ. കുറ്റിച്ചെടിയാക്കി തന്നെ നിർത്താറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇത്. ഇതിനൊരു വിതളമുണ്ട്. സാധാരണ ഇത് വിതളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൂക്കൾ എങ്ങനെയാണ് അതുപോലെ ആണെന്നില്ല. ഇതിൻ്റെ ഇലകൾ കണക്കാണ് ഇതിൻ്റെ പൂക്കളെല്ലാം നിൽക്കുന്നത് സാധാരണ രീതിയിൽ കേട്ടോ. ഇതിൻ്റെ ഒരു റോസ് വൈറ്റ് ഷെയ്ഡായിട്ടുള്ളത് അത് വെള്ളിലത്തോഴി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് ഒരു ചിത്രശലഭം, വെള്ളിലത്തോഴി എന്ന ചിത്രശലഭത്തിൻ്റെ ലാർവകൾ ഈ ചെടി ഒരു ഭക്ഷ്യസസ്യമായി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാവാം അതിനങ്ങനെ ഒരു പേര് വന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നമ്മുടെ മൊസാന്ത എന്ന ഇനത്തിൽ വരുന്ന ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇത്രയും ചെടികൾ ചേർന്നതാണ്. നമ്മുടെ സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല മൊസാന്ത ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്നുള്ളത്. ഇത്രയും വെറൈറ്റികളായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ കുറ്റിച്ചെടി, ഈ ടൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന ചെടികളെന്ന് എന്ത് മനോഹരമെന്ന് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെ ഇതിനെ നിർത്തുകയാണെങ്കിൽ ഇതിങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണെങ്കിൽ വീടിൻ്റെ ആ ഒരു ലെവലേ അങ്ങ് മാറും. നമ്മുടെ വസന്തോത്സവത്തിന് നമ്മൾ ചെന്ന് കയറുന്ന ആ ഭാഗത്തായിരുന്നു അവർ ഇതേപോലെ വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിന് ചുറ്റിലും നിറച്ച് വെച്ചിരുന്നു പൂത്ത് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളാൽ നിറച്ചിരിക്കുന്ന ഒരു ചെടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു മൊസാന്ത കണ്ടല്ലോ നിങ്ങൾ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്തെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയും. താങ്ക്